പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിൽ പ്രതികരണവുമായി പോലീസ് അസോസിയേഷന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കുന്നംകുളം സംഭവത്തിൽ സേനയെ അടച്ചാക്ഷേപിക്കരുത് എന്നതാണ് അസോസിയേഷന്റെ അഭ്യർത്ഥന. പോലീസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ സുധീർ ഖാനാണ് പ്രതികരിച്ചത്. ആർ അനന്തകൃഷ്ണനുണ്ട്. അനന്തൻ, ഈ കുറിപ്പിൽ ഇത് ഒറ്റപ്പെട്ട സംഭവം എന്ന വ്യാഖ്യാനമാണോ അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന്? ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം എന്നൊരു നിലപാട് അസോസിയേഷനുണ്ടോ? രതീഷ്, പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ സമീപ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട്. ഈ സംഭവങ്ങളിൽ ആദ്യമായിട്ടാണ് പോലീസ് അസോസിയേഷനുകൾ പ്രതികരണവുമായി രംഗത്തെത്തുന്നത്. ഇതിലിപ്പോൾ കേരള പോലീസ് അസോസിയേഷനാണ് രംഗത്തെത്തിയിരിക്കുന്നത്. കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ സുധീർ ഖാൻ ഫേസ്ബുക്കിലാണ് ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നത്. അതായത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ മർദ്ദനവുമായി ബന്ധപ്പെട്ട് പോലീസ് സേനയെ ആകെ അടച്ചാക്ഷേപിക്കരുത് എന്നുള്ളതാണ് വിമർശനം. മാത്രമല്ല, ഈ സംഭവം ഉയർത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോലീസിനെതിരെ അപകടകരമായ പ്രചരണമാണ് നടക്കുന്നത്. അതിനൊപ്പം തന്നെ പോലീസ് സംഘടനകളെ കൂടി ആക്ഷേപിക്കുന്നുണ്ട്. പക്ഷേ പോലീസ് സംഘടനകൾ എങ്ങനെയുണ്ടായി എന്ന ചരിത്രം കൂടി സുധീർ ഖാൻ ഈ കുറിപ്പിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് പോലീസിനുള്ളിൽ ഉണ്ടായിരുന്ന അരാജകത്വം, അതിനെ നേരിടാൻ വേണ്ടി ഉണ്ടായതാണ് സംഘടനകൾ. ആ സംഘടനകൾ പോലീസ് സേനയെ കൂടുതൽ ജനകീയമാക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി ഇതിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ഇത്തരം സംഭവങ്ങൾ പോലീസിന്റെ കുന്നംകുളം പോലീസ് സ്റ്റേഷൻ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ ആക്രമണം അഴിച്ചുവിടുമ്പോൾ, അല്ലെങ്കിൽ പ്രചരണം മുഖ്യധാര മാധ്യമങ്ങൾ അടക്കം അഴിച്ചുവിടുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ പോലീസിനെ ആക്രമിക്കണം എന്ന ആഹ്വാനവുമായി രംഗത്ത് ഇറങ്ങുന്നത് കൂടി പരിശോധിക്കണം എന്നുള്ളൊരു ആവശ്യം കൂടി ഈ പോസ്റ്റിലുണ്ട്. അതിനൊപ്പം തന്നെ തീപ്പന്തം എറിഞ്ഞ് പോലീസിനെ ആക്രമിച്ച സംഭവം അടക്കം ഈ കുറിപ്പിൽ പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും പോലീസ് അസോസിയേഷൻ ഇപ്പോൾ ഈ സംഭവത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അത് പോലീസ് സേനയെ അടച്ചാക്ഷേപിക്കുന്നതിലുള്ള വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. മറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ ഒരു പരാതിയല്ല, കുന്നംകുളം മാത്രമല്ല, നിരവധി പരാതികൾ, നിരവധി സംഭവങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും മോശക്കാരല്ലല്ലോ. പക്ഷേ ഈ പരാതി വന്നവർക്കെതിരെ നടപടി വേണമെന്ന ജനകീയമായ ആവശ്യം, ഇരകളുടെ ആവശ്യം, ആ ആവശ്യം കേൾക്കുന്നുണ്ടോ? അതേക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ടോ അസോസിയേഷൻ? അത്തരം ഒരു ആവശ്യവും ഈ പോസ്റ്റിലില്ല. ഈ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തണമെന്നോ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്ക് നടപടി വേണമെന്നോ ഒന്നും അത്തരം കാര്യങ്ങളിലേക്ക് പരാമർശം പോകുന്നില്ല. ഈ പോസ്റ്റ് പോലീസിനൊരു പ്രതിരോധ കവചം സൃഷ്ടിക്കുന്നതാണ്. അതായത് ഈ പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ മറവിൽ പോലീസ് സേനയെ ആകെ പൊതുസമൂഹത്തിന് മുന്നിൽ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും മുഖ്യധാര മാധ്യമങ്ങളിലും നടക്കുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കുന്നു എന്ന മട്ടിലാണ് ഈ കുറിപ്പ് ഉള്ളത്. മാത്രമല്ല, ഇതുവരെ പോലീസ് സേന നടത്തിയ ഒരുപാട് പ്രവർത്തനങ്ങൾ, അതിനൊപ്പം തന്നെ ജീവൻ ബലി നൽകിയ സംഭവങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ പോസ്റ്റ് എഴുതിയിരിക്കുന്നത്. അതിൽ പോലീസിന് ഒരു പ്രതിരോധം തീർക്കുക എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അതല്ലാതെ പ്രതിരോധം തീർക്കുക എന്നത് മാത്രമേ ഉള്ളൂ.